എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ തണലിൻ്റെ ഈ ഒരു സംഗമത്തിന് എത്താൻ എന്നെ വിളിച്ചതിന് ഇദ്രീസ് ഡോക്ടറോട് നന്ദി പറയാണ്. കാരണം ഇത്രയും വലിയൊരു സദസ്സിലിരുന്ന് ഇത്രയും ഒരു പ്രഗത്ഭരോടൊപ്പം ഇരിക്കാനും ഇങ്ങനൊരു അവസരം തരാനും മനസ്സ് കാണിച്ചതിന് ഒരുപാട് സന്തോഷം. കുറേ പറയാനുണ്ട്, നമ്മളൊന്നും പറഞ്ഞതില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ PMA ചോദിച്ചതിലേക്ക് ഞാൻ വരാം. ഇത്രയും ആളുകൾക്ക്, ഈ ഇരിക്കുന്ന ഇത്രയും ആളുകൾക്കെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണമെന്നെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്ത് ചോദിച്ചാലും നമുക്ക് ഇഷ്ടപ്പെടില്ല, എന്ത് ചോദിച്ചാൽ നമുക്ക് അത് അൺകംഫർട്ടബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ അവസ്ഥയിലിരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. എപ്പോഴും നമ്മളെ ഒരൊറ്റ ദിവസം കൊണ്ട് പനിച്ച് പിറ്റേന്ന് തളർന്ന ഒരാളാണ് ഞാൻ, 6ാമത്തെ വയസ്സിൽ. അന്ന് മുതൽ നമ്മൾ കേട്ടു തുടങ്ങുന്നത് സുഖമില്ലാത്ത കുട്ടി എന്നുള്ളതാണ്. ആ സുഖമില്ലാത്ത കുട്ടി എന്നത് കേട്ട് 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 ആ ഒരു കാഴ്ചപ്പാടോടെയാണ് ആളുകൾ നമ്മളെ കണ്ടിരുന്നത്. ഒന്നിനും പറ്റാത്ത, ഒന്നിനും കഴിയാത്ത, അല്ലെങ്കിൽ എന്തിനൊക്കെയോ മാറ്റി നിർത്തേണ്ടവരാണ് ഇവർ എന്നുള്ള ഒരു കാഴ്ചപ്പാടുകളിൽ കൂടെ നമ്മൾക്ക് വളർന്നു വരികയായിരുന്നു. നമ്മളുടെ കാലങ്ങൾ കഴിഞ്ഞ് വരികയായിരുന്നു. നമ്മളെ കാണാൻ വരുന്നതൊക്കെ അങ്ങനെയാണ്. സുഖമില്ലാത്ത ഒരാൾ, സുഖമില്ലാത്ത ആൾ എന്താണ്? ഒന്നിനും പറ്റാത്ത ആളുകൾ. അവർ പുറത്തേക്ക് ഇറങ്ങേണ്ടതല്ല, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടേണ്ടവരല്ല, എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കേണ്ടവരാണ്, മാറ്റി നിർത്തേണ്ടവരാണ്, കണ്ടാൽ മറ്റുള്ളവർക്ക് സഹതാപം തോന്നുന്ന ആളുകളാണ്. അവരെ എന്തിന് ഈ പൊതുവേദിയിൽ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ ഒരു കുടുംബ പരിപാടികൾക്കോ പങ്കെടുത്തിട്ട് എന്തിനാ കുട്ടീനെയും കൊണ്ട് വന്ന് എന്ന് ചോദിക്കാതെ ചോദിക്കുന്ന മുഖഭാവങ്ങളായിരുന്നു നമ്മളെ വേദനിപ്പിച്ചിരുന്നത്. പിന്നെ കാണുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അസുഖം മാറിയില്ല അല്ലേ, അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ ആയില്ലേ, ഒരു കുറവും ഇല്ലല്ലേ. കാരണം ഈ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ല. കാരണം ഇത് നമുക്ക് വേറെ ആർക്കൊക്കെയോ വരുന്ന ഒരു അനുഭവമായിട്ടാണ് എല്ലാവരും അതിനെ കാണുന്നത്. ഇതൊരിക്കലും നമുക്കൊന്നും വരില്ല, ആർക്കൊക്കെയുള്ളത്. അതൊക്കെ നമ്മൾ പുറമേ, ഇപ്പോൾ ശബരി പറഞ്ഞതുപോലെ ഒന്ന് കാണാനോ കേൾക്കാനോ നമ്മളൊന്ന് മനസ്സിലാക്കാനോ പോലും മനസ്സിലാക്കാതെ വന്ന് കണ്ട് ഒരു കാഴ്ച മാത്രമേ ഇറങ്ങി പോകുന്നവരായിരുന്നു എൻ്റെ കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്കൊരു അസുഖമല്ല, ഇതൊരവസ്ഥയാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ പുറത്തേക്കിറങ്ങാൻ 37 വർഷം എനിക്ക് വേണ്ടി വന്നു. ചെറിയ കാലമല്ല, എനിക്ക് നടക്കാൻ വയ്യാണ്ടായി. ഒരു 37 വർഷം ഞാൻ എൻ്റെ വീട് വിട്ട് മറ്റൊരു ലോകത്തേക്ക് ഞാൻ പോയിട്ടില്ല, താമസിച്ചിട്ടില്ല, മാറി നിന്നിട്ടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പിന്നെ ഞാൻ എൻ്റെ ലോകം മാറുന്നത്. ഒരു വീടിൻ്റെ ഒരു 4 ചുമരുകൾക്കുള്ളിൽ നിന്നിരുന്ന മാരിയത്ത് പിന്നെ എത്തപ്പെട്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അൽഹംദുലില്ലാഹ്. പടച്ചോൻ എത്ര സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ, ആ സങ്കടത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞു ക്ഷമ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെ സഹിക്കാനുള്ള മനസ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പലരും പറയാൻ എളുപ്പമാണ്. അതിലേക്ക് എത്തണമെങ്കിൽ നമ്മളത് അനുഭവിച്ചു കൊണ്ടേ, ആ അനുഭവത്തിൽ കൂടെ കടന്നു പോയേ പറ്റൂ. അതിൽ നിന്നാണ് നമ്മൾ പലതിലേക്കും നമ്മളുടെ ജീവിതത്തിനെ കൺവേർട്ട് ചെയ്യുന്നത്. ആ കൺവേർട്ട് ചെയ്തതിൻ്റെ ഭാഗമാണ് എൻ്റെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. എൻ്റെ ഈ ജീവിതം കൊണ്ട് ഏറെ സന്തോഷവതിയാണ് ഞാൻ. ഒരുപാട് സ്നേഹിക്കാനും ഒരുപാട് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കൂടെ ആളുണ്ടാകുമ്പോഴാണ് നമ്മളെപ്പോലുള്ള ആളുകളെ പുറത്തേക്കെടുക്കുന്നതും അതിനെ പോസിറ്റീവായിട്ട് കാണുന്നതും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാളും ഞങ്ങളെ സങ്കടത്തോടെയും സഹതാപത്തോടെയും നോക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇഷ്ടത്തോടെ നോക്കുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്നുള്ള മനസ്സോടെ നിങ്ങൾ നോക്കുള്ളൂ. ഈ അനുഭവം, ഈ അറിവും നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് സ്നേഹത്തിനെ, ഇഷ്ടത്തിനെ കുറിച്ചൊക്കെ വ്യാപിക്കുന്നത്. ആ അറിവാണ് നിങ്ങളുടെ മക്കളിലേക്കൂടെ നിങ്ങൾ പകർന്നു കൊടുക്കുന്നത്. അങ്ങനെ ഒരു കാലത്ത് നിന്നല്ല ഞാൻ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തിനും നെഗറ്റീവായി കാണുന്ന, എന്തിനും കുറ്റപ്പെടുത്തുന്ന, നമ്മളെ കുടുംബത്തിൽ നിന്ന് പോലും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാട്, നിനക്കൊന്നിനും പറ്റില്ല, നിനക്കൊന്നിനും കഴിയില്ല എന്നത് കേട്ടും കണ്ടും അറിഞ്ഞൊക്കെ അതിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. ഇപ്പോൾ ഞാൻ
ഇവിടെ നിൽക്കുമ്പോഴും ഈ സ്നേഹത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഞാൻ ഈ 12 വർഷമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. എൻ്റെ പരിമിതികളും എൻ്റെ ബുദ്ധിമുട്ടുകളും എനിക്ക് മാത്രം അറിയുന്നതാണ്, എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും. നിങ്ങളൊന്നും പറയുന്ന പോലെ കാണുന്നത് പോലെ നിങ്ങൾ ഈ വീൽ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തി എന്നതിലപ്പുറം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നതാണ്. കൂടുതൽ നേരം ഇരിക്കാനും കഴിയില്ല, ഒന്ന് മൂത്രം പിടിച്ചു നിർത്താനും കഴിയില്ല, മലം പോകുന്നത് വരെ നമുക്ക് എത്ര സമയത്തിനെന്നുള്ളത് കാത്തു നിൽക്കാൻ പറ്റില്ല. അതിനൊക്കെയുള്ള പരിഹാരം വെച്ചുകൊണ്ടാണ് ഈ രാവിലെ തൊട്ട് ഓഫീസിൽ പോയി വൈകിട്ട് 5 മണി വരെ ഇരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും എനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ഒരാൾ എന്നതാണ് എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്ന വലിയൊരു വിഷയം. ഞാൻ ചുരുക്കി പറയാം. ആ ഒരു വിഷയത്തിലേക്ക് നിങ്ങളൊക്കെ ഒരുപാട് സഹായങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴും നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എത്ര തണലേകാൻ പറ്റുമെന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മക്കളാണ് എൻ്റെ കൂടെ ഈ 12 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളത്. ജ്യേഷ്ഠത്തിൻ്റെ ഒരു മോൻ 7ാം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ കൂടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയതാണ്. അവൻ 8, 10, +2, ഡിഗ്രി, PG. ഇപ്പോൾ അവൻ്റെ അനിയനും അവൻ ഡിഗ്രിക്ക് PGക്ക് വേണ്ടി കൊച്ചിയിൽ പഠിക്കാൻ പോയപ്പോൾ അവൻ്റെ അനിയനാണ് ഇപ്പോൾ തൽക്കാലം എൻ്റെ കൂടെ നിൽക്കുന്നത്, ജാസിൽ. അപ്പോൾ അവരുടെ ജീവിതം കൊണ്ടാണ് എനിക്ക് വെളിച്ചം ഉണ്ടാക്കുന്നത്. അവരെൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുന്നത്, എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചം. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാകുമ്പോഴാണ് നമുക്കതിനൊക്കെയുള്ള ഒരു എനർജി ഞങ്ങളുടെ ജീവിതത്തിൽ, ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ശബരി പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ അത്രയും സന്തോഷത്തോടെയാണ് ശബരിനെ കണ്ടത്. ആദ്യമായിട്ടാണെങ്കിലും ശബരി എത്ര മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശബരിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വേദിയിൽ നമ്മൾ ഇഷ്ടത്തോടെ കാണാനിരിക്കുന്ന ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ശബരി പറഞ്ഞതുപോലെ ഒന്ന് കേൾക്കാനോ ഒന്ന് നമ്മളെ കേൾക്കാനോ ഒരാളില്ലാത്തിടത്ത് നിന്നാണ് എന്നെ കേൾക്കാനിരിക്കുന്ന ഒരുപാട് സദസ്സിൻ്റെ മുന്നിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അതൊന്നും നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. വർഷങ്ങളോളം നമ്മളിന്ന് കേൾക്കാനോ ഒന്ന് കാണാനോ വരാതിരുന്ന ഒരു ലോകത്ത് നിന്നാണ് നമ്മളെ കേൾക്കാനിരിക്കുന്ന ലോകത്തേക്ക് ഞാൻ ഇറങ്ങി തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ. ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ആ അനുഗ്രഹങ്ങൾ വെറുതെ കിട്ടിയതല്ല, ഒരുപാട് അനുഭവിച്ചും ഒരുപാട് സങ്കടപ്പെട്ടും ഒരുപാട് നിരാശയോടെയും ഒരുപാട് ക്ഷമയോടെയും ഒരുപാട് ദേഷ്യത്തോടെയും വെറുപ്പോടെയും നമ്മളെ തന്നെ വെറുത്തിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അനുഭവങ്ങളാണ്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ കുറവുകളിൽ നിന്ന് ആ കുറവിനേക്കാൾ മറ്റുള്ളവരുടെ കുറവ് നമ്മൾ പലപ്പോഴും പറയാൻ എളുപ്പമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് തന്നെയാണ്. ഞാൻ പറയുന്ന റേസിന് കഴുത്തിന് താഴെ തളർന്ന ആളാണ്. എനിക്കെൻ്റെ നെഞ്ചിന് താഴെ തളർന്നിട്ടുള്ളൂ. പക്ഷെ റേസിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ജസ്ഫറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജിയാണ് എനിക്ക് ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് കിടന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവ് എന്നെ പുറത്തേക്ക് എടുക്കാനുള്ള കാരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മളൊക്കെ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് പലതും ചെയ്യാൻ ശ്രമിക്കും. ആ അതിജീവനത്തിന് കൂട്ടായിട്ട് ഒരുപാട് സ്നേഹങ്ങൾ കൂടി ഉണ്ടാവുമ്പോഴേ, ചേർത്ത് പിടിക്കൽ കൂടി ഉണ്ടാവുമ്പോഴേ അതിനൊക്കെ നമുക്കൊരു വഴി കിട്ടുന്നത്. ഒരുപാട് സന്തോഷം. നന്ദി.